ാണ്. അതോടൊപ്പം വലസ് സൈഡിൽ ഇതേപോലെ തന്നെ ഫുഡിൻ്റെ ഒരു കൗണ്ടർ, ഭക്ഷണത്തിൻ്റെ ഒരു കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും, എല്ലാ പ്രിയപ്പെട്ടവരും ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പിരിയാവുള്ളൂ. അതോടൊപ്പം നമ്മുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്ലേറ്റ് വെക്കാൻ വേണ്ടി കൃത്യമായൊരു സ്ഥലം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ശീലങ്ങൾ നമ്മൾ ഈ ഹാളിൽ നിന്ന് തന്നെ തുടങ്ങി നമുക്ക് പോകാം. engagement ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We are so happy that you can join us to celebrate the special occasion with your family members. നമുക്ക് നിറഞ്ഞ കൈയോടെയോട് കൂടി ഇന്നത്തെ സ്റ്റാർസായ ശ്രുതിയെയും വിജിത്തിനെയും സ്വാഗതം ചെയ്യാം. Let's all welcome Shruti and Vijit onto the stage. Everyone, please give a huge round of applause. Round of applause. നമ്മുടെ വധുവരന്മാരെ പരിചയപ്പെടാം. ശ്രുതി പാലയിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. വിജിത് ഒരു അസോസിയേറ്റ് അഡ്മിനായി കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. As Shruti and Vijit begin their journey together, we must first honor the people who've led them here today, their parents. As the Bible says, honor your father and mother. For all their love and guidance, we ask their beloved parents, along with their family, to please come
would stand with their children as they celebrate this special occasion. Along with that, I would like to welcome Father onto the stage. സംഗീത സംഗമത്തെക്കുറിച്ച് ആതിഥേയനായിരിക്കുന്ന മണവാട്ടിയുടെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് ഞാലിയാവഴി ഈഴക്കുന്നേൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ, നമ്മളെ എല്ലാവരെയും വിളിച്ചതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോൺ സി പീറ്റർ എന്നാണ്. ഞാൻ വധുവിൻ്റെ പിതാവും ഞാനും ജ്യേഷ്ഠ അനിയൻ്റെയും മക്കളാണ്. നമ്മളെ ഇന്ന് എല്ലാവരും ഇവിടെ ബിബി വർഗീസിൻ്റെയും മകൾ ശ്രുതി സൂസൻ വർഗീസും, വാകത്താനം പഞ്ചായത്തിൽ ഞാലിയാവഴി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവകയിൽപ്പെട്ട ഈഴക്കുന്നേൽ വർഗീസ് സക്കറിയായുടെയും മേഴ്സി ചെറിയാൻ്റെയും മകൻ ബിജിത്ത് വർഗീസും തമ്മിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇരു ഭവനക്കാരും ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. ആ ധാരണ ഉറപ്പിക്കുന്നതിനും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതിനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് ഇരു ഭവനങ്ങൾക്ക് നീക്കുന്നതിനും വേണ്ടി ആണ് ഇന്ന് നമ്മളെല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ആ ധാരണ നമ്മളെല്ലാവരെയും ഇവിടെ വിളിച്ചു ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മുടെ ഇവിടെ പറഞ്ഞത് ധാരണ പ്രകാരം ഈ മാസം 19-ാം തീയതി ഞായറാഴ്ച 11:30 ഞാലിയാവഴി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്തുന്നതിനായി ധാരണയായിരിക്കുന്നു. അവരെ ഉറപ്പിച്ച് തീരുമാനിക്കുന്നു. ഇപ്പോൾ മണവാളൻ്റെയും മണവാട്ടിയുടെയും കുടുംബത്തിൽ നിന്നുള്ള പിതാക്കന്മാർ ഇതുവരെ നടന്ന വിവാഹത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളെക്കുറിച്ചും ധാരണകളെക്കുറിച്ചും നമ്മെ ഇപ്പോൾ ഇവിടെ നമ്മോട് പറഞ്ഞതായ കാര്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാവർക്കും ആ കാര്യത്തിൽ സന്തോഷമാണല്ലോ. ഞാനത് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവനാമത്തിൽ നിശ്ചയിക്കാം. ഞാലിയാവഴി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവകയിൽ ഈഴക്കുന്നേൽ വർഗീസ് സക്കറിയായുടെയും മേഴ്സി ചെറിയാൻ്റെയും മകൻ ബ്രിജിത്ത് വർഗീസും മേടം സെൻറ്റ് മേരീസ് നോർത്ത് പള്ളി ഇടവകയിൽ ചാപ്പമറ്റത്തിൽ CK വർഗീസിൻ്റെയും ഷിബി വർഗീസിൻ്റെയും മകൾ ശ്രുതി സൂസൻ വർഗീസും തമ്മിലുള്ള വിവാഹം 2025 ഒക്ടോബർ മാസം 19-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:30 ഞാലിയാവഴി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടത്തുന്നതിന് ദൈവനാമത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. എല്ലാവരും അത് അംഗീകരിക്കുന്നതായിട്ടൊന്ന് കൈയടിക്കണമെന്ന് സ്നേഹം. വിവാഹ നിശ്ചയം ദൈവനാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്നോടുള്ള നിൻ സർവ്വ
നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നൻ സന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി എന്നോടുള്ളതിൻ സർവ്വനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശുപര ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപര. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന. ജീവിതത്തിൻ്റെ ആഹാരത്തെയും എൻ്റെ കരുണയോർത്ത് തന്നെ സ്തുതിക്കുകയും ഒന്നിക്കുകയും ചെയ്യുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ. ആമേൻ.